ഇന്റലിജൻസ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റയോൺ ഫാബ്രിക് ചെയ്തിരിക്കുന്ന ഐറ്റമാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു ഐറ്റം തന്നെ പറയാം കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ഒരു നല്ല റെഡ് കളറാണ് കേട്ടോ. ഓവർ കളർ അല്ല, ഞാൻ ഇത് കാണിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്. ഈ പ്രോഡക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പ്രിന്റ് ഡിഫറെന്റ് ആയിട്ട് എപ്പോഴും വരുന്ന ഒരു പാറ്റേൺ ആണ്. കാരണം ഭയങ്കര റീസണബിൾ പ്രൈസേ ഉള്ളൂ. മെറ്റീരിയലും മൊത്തത്തിൽ കാണാൻ നല്ല രസമാട്ടോ. കോട്ടൺ പോലെ ഇരിക്കും, പക്ഷേ കോട്ടണിലെ റയോൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇത് നല്ല രസമുള്ളൊരു റെഡിന്റെ ഷെയ്ഡാണ് കേട്ടോ. കളേഴ്സ് 4 എപ്പോഴും വരാറ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണല്ലേ. അപ്പോൾ ഇതിന് ആകെപ്പാടെയുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്ത് നമുക്ക് കുറവായിരിക്കും, പക്ഷേ എക്സ്ട്രാ പീസ് ആഡ് ചെയ്ത് തന്നെ ചെയ്യേണ്ടി വരും. 44 ലെങ്ത്തിലാണിത് ആ ഒരു മെറ്റീരിയൽ കൊടുത്തേക്കുന്നത്. വിഡ്ത്തും ലെങ്ത്തും 44 തന്നെയാണ് കേട്ടോ. ദുപ്പട്ടയ്ക്കും ഒരു 2.10 ആ ഒരു ലെങ്ത്തിലേ വരുള്ളൂ. പക്ഷെ നല്ല വീതി ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോൾ വന്നാലും അത്രയും മൂവിങ് ഉള്ളൊരു പാറ്റേൺ ആണ്. ലെങ്ത് കുറവാണെങ്കിലും എല്ലാവർക്കും എക്സ്ട്രാ പീസ് ആഡ് ചെയ്ത്, കാരണം ആ ഒരു സെയിം മെറ്റീരിയൽ വെച്ച് തന്നെ എക്സ്ട്രാ പീസ് ആഡ് ചെയ്തോ അല്ലെങ്കിൽ യോക്ക് സെപ്പറേറ്റ് നമുക്ക് ബോട്ടത്തിന് കൊടുത്തോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി ലുക്കുള്ള ഐറ്റം. നിങ്ങൾക്ക് ഇത് വെച്ച് കാണുമ്പോൾ തന്നെ ആ ഒരു ഭംഗി മനസ്സിലാകുന്നില്ലേ. നമുക്ക് ആ തയ്ച്ചിരുമ്പോൾ ഭയങ്കര ഒരു ലുക്കുള്ള ഐറ്റം കേട്ടോ. സ്ഥിര ഉപയോഗക്കാരെ ഉദ്ദേശിച്ച് വരുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിന്റ് എല്ലാം ഭയങ്കര വെറൈറ്റിയാണ്. കളേഴ്സും നല്ല രസമുള്ള ഷെയ്ഡ്സും ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ലെങ്ത് കുറവാണെങ്കിലും ഭയങ്കര പിടുത്തം ഈ ഒരു ഐറ്റത്തിന്. മൊത്തത്തിൽ കാണാൻ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രിന്റ് ഞാൻ അടുപ്പിച്ച് കാണിക്കാം. നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക്കും ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് P110, റേറ്റ് 799, 799. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറാണ്. നോർമൽ ബ്ലൂവിനേക്കാളും ഭയങ്കര അടിപൊളി കളർ അതിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് ഭയങ്കര ചോദ്യമുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, വയലറ്റ് കൂടിയിട്ടുള്ള ബ്ലൂ എന്ന് പറയാം. നോർമൽ ബ്ലൂ അല്ല, വയലറ്റ് കൂടിയിട്ടുള്ള ഷെയ്ഡ്. ഡാർക്ക് തീപ്പിടി കളറിൻ്റെ ഒക്കെ ആ ഡാർക്കർ ആയിട്ടുള്ള ഒരു ടോണ്. അപ്പോൾ ഇതിൻ്റെ അകത്തും കോമ്പിനേഷൻസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെയാണ് ചെയ്യാറ്. ഒരു ബ്രിക്ക് ഷെയ്ഡ് കൂടിയിട്ടുള്ള ഒരു കളറാണ്. അതായത് ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു ലൈറ്റർ ടോണിൽ ആണ് മൊത്തത്തിൽ ആ ഒരു പ്രിന്റ് പോയേക്കുന്നത്. മൊത്തം പ്രിന്റും കാര്യങ്ങളൊക്കെ നല്ല കേട്ടോ. ബോട്ടം ഇതാണ് സെയിം തന്നെ ആ മെറ്റീരിയൽ ഡോട്ടായിട്ട് വരുന്ന ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്പർ വരുന്നത് P111, റേറ്റ് വരുന്നത് 799 മാത്രമേ ഉള്ളൂ, 799. നമുക്ക് അടുത്ത ഷെയ്ഡ് ഡാർക്ക് വൈൻ കളറാണ് കേട്ടോ. എല്ലാ കളേഴ്സും നല്ലതാണ്. കാരണം അതാ നമുക്ക് എടുക്കുമ്പോൾ തന്നെ കാണുമ്പോഴേ ഒരു ഭംഗി ഉള്ള ഐറ്റംസ് ആണെല്ലാം. കളറിൻ്റെ പ്രത്യേകത കേട്ടോ. കളറും പിന്നെ പ്രത്യേകിച്ച് ആ മെറ്റീരിയലും കൂടെ ഒരു ഇതുണ്ട്. റയോണ്ട് തന്നെ നല്ല തിക്ക് ഫാബ്രിക്കാണ്. ദുപ്പട്ട എന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് തന്നെ. പറഞ്ഞില്ലേ, കാണുമ്പോൾ ഒരു കോട്ടൻ്റെ ലുക്ക് കിട്ടുകയും ചെയ്യും. ഈ പ്രൈസ് റേഞ്ചിന് നമുക്ക് ഭയങ്കര രസമാണ് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ നമ്പർ P113, റേറ്റ് 799. നമുക്ക് ലാസ്റ്റ് കളർ വരുന്നത് ഇതൊരു മെറൂൺ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഒരു റെഡ് വൈൻ്റെ ഒക്കെ ഏകദേശം ഷെയ്ഡ്. വൈൻ കളറോടെ മിക്സ് ആണ് ആ ഒരു കളറിലെ. അപ്പോൾ ഇതിൻ്റെ അകത്തും സെയിം തന്നെ, ബേസ് കളർ സെയിം തന്നെയാണ്. കളേഴ്സിൽ ആ ഒരു പ്രിന്റിൻ്റെ കളേഴ്സിന് ഡിഫറെൻ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതാണ് ബോട്ടം പീസ് വരുന്നത് കേട്ടോ. അടിപൊളി ഷെയ്ഡാണ്. ഇതിങ്ങനെ വെക്കുമ്പോഴും നമുക്ക് എല്ലാവർക്കും ചേരും. അതാണ് മെയിനായിട്ട് എൻ്റെ ഈ ഒരു അജ്രക് ടൈപ്പിൻ്റെ ആ ഒരു പ്രിന്റ് ആയതുകൊണ്ട് കളേഴ്സും അടിപൊളിയായതുകൊണ്ട് എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡ്സ് ആണെല്ലാം. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് P112, റേറ്റ് 799, 799.